എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. വി ക്യാൻ ഹിയർ എ ഗോഡ്സ് വോയിസ് ടുഡേ. ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഇന്ന് നമുക്ക് കേൾക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴക്കിടാറുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എതിർത്ത് നിൽക്കാറുണ്ട്. നമ്മൾ ചില സ്ഥലത്ത് റൈറ്റ് ആണേ പോലും നമ്മൾ ഭയങ്കര ബഹളമുണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വചനത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് എതിർത്ത് നിന്നവരുണ്ട്, അല്ലെ നമ്മളെ നിന്ദിച്ചവരുണ്ട്, നമ്മളെ ഒതുക്കിയവരുണ്ട്, നമുക്ക് ഒത്തിരി ദോഷം ചെയ്തവരൊക്കെ ഉണ്ട്. ഒത്തിരി പ്രശ്നത്തിൽ കൂടെ ദൈവം ഒരു കാരണവശാലും ദൈവം നമ്മളെ അനുവദിക്കാത്ത ചില ആളുകൾ നമ്മളോട് യാത്ര ചെയ്തവരുണ്ട്. അത് നമുക്ക് പ്രശ്നമായവരുണ്ട്. എങ്കിൽ പോലും ദൈവം അനുവദിക്കാത്ത ആൾക്കാർ വന്ന്, അല്ലെ നമ്മളെ ദൈവം അനുവദിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തേച്ചു നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, ബാക്കിയുള്ളവരോട് യുദ്ധം ചെയ്യാറുണ്ട്. പക്ഷെ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ഒരു കാരണവശാലും യുദ്ധം ചെയ്യാനോ വഴക്കിടുവാനോ അനുവാദമില്ല. ഒരു വാക്യം വായിക്കാം. പുതിയ നിയമത്തിനകത്ത് അബ്രഹാമിന്റെ ഒരു വചനം വായിക്കാം. അബ്രഹാം, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15 അതിന്റെ 1. അതിനുശേഷം യഹോവ ദർശനത്തിലൂടെ അബ്രഹാമിനോട് അരുളി ചെയ്ത്, അബ്രഹാമിനോട് അരുളി ചെയ്തത്, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അബ്രഹാമിനോട് പറയാ, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഇന്ന് വരെ അബ്രഹാമിന് നഷ്ടപ്പെട്ടതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുവാൻ ദൈവം പറയുക, ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം, ഞാൻ നിന്റെ പ്രതിഫലമാകുന്നു. അങ്ങനെ ദൈവം ഒരു മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അബ്രഹാമിനോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയോ ദൈവം ആ മനുഷ്യനിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്തൊക്കെയോ ഇതിന്റെ ബാക്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 13 വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. ലോത്ത് നല്ല സ്ഥലം കണ്ട് തെരഞ്ഞെടുത്തു. ലോത്തിനോട് യുദ്ധം ചെയ്യാൻ പോയില്ല. അബ്രഹാം പറഞ്ഞു, ലോത്തെ, നീ എങ്ങോട്ട് പോകുന്നോ അതിന്റെ എതിർവശത്തോട്ട് ഞാൻ പോകും. നീ ഇതെടുത്താൽ ഞാൻ അതിന്റെ എതിർവശത്ത്, നീ അങ്ങോട്ട് പോയാൽ ഞാൻ ഇങ്ങേപ്പുറത്തോട്ട് പോകും. ഒരിക്കലും ലോത്തുമായിട്ട് ഒരു യുദ്ധം ചെയ്യുവാനല്ല അബ്രഹാം നോക്കിയത്. അബ്രഹാം സമാധാനമുണ്ടാക്കി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ബഹളവും വഴക്കും എല്ലാം നിർത്തിവെച്ച് ദൈവത്തിന്റെ വചനത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതനുസരിച്ച് നടക്കുമെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊരിന്ത്യ ലേഖനം 6 തോന്നുന്നു, 1 കൊരിന്ത്യർ അതിന്റെ 6 തോന്നുന്നു, എടുത്ത് വായിച്ചാൽ അറിയാം. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരിക്കലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നേരെ ലോകത്തിന്റെ കോർട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പാടില്ല. അതെത്തിക്കേണ്ടത് നമ്മുടെ സഭാ നേതാക്കന്മാർ, ഏത് സഭയിലായിരിക്കുന്ന അവിടുത്തെ സഭാ നേതാക്കന്മാർ ആയിരിക്കണം ആ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. അത് ചെയ്യരുതെന്ന് പ്രത്യേകം കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 6 മൊത്തം വായിച്ചാൽ അതിനകത്ത് പറയണം. നമുക്ക് അബ്രഹാം ചെയ്തതുപോലെ സമാധാനമുണ്ടാക്കാം. യുദ്ധം യഹോവയ്ക്കത്രേ. ദൈവം, നമ്മൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. ദൈവം അതിനുള്ള പ്രതിഫലം നമുക്ക് തരും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും ദൈവം ഇതും പ്രകാരം, ഈ വചനപ്രകാരം നടക്കുവാൻ അഭ്യസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ
നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.